എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? കഷ്ടിച്ച് എന്ന് പറയാൻ ബെയർലി, രക്ഷപ്പെടുക എന്ന് പറയാൻ എസ്കേപ്പ്. സോ ഹി ബെയർലി എസ്കേപ്ഡ് എന്ന് പറഞ്ഞാൽ അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നാണ് മീനിങ്. ഹി ബെയർലി എസ്കേപ്ഡ്. ഇതേപോലെ അവൻ്റെ ശബ്ദം കഷ്ടിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? ഹിസ് വോയിസ് വാസ് ബെയർലി ഓഡിബിൾ. ഹിസ് വോയിസ് വാസ് ബെയർലി ഓഡിബിൾ. ഓഡിബിൾ എന്ന് പറഞ്ഞാൽ കേൾക്കത്തക്ക എന്നുള്ള മീനിങ് ആണ്. സോ ഹിസ് വോയിസ് വാസ് ബെയർലി ഓഡിബിൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ ശബ്ദം കഷ്ടിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ കഷ്ടിച്ച് കേൾക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളൊരു മീനിങ് ആണ്. ഇനി അടുത്തത്, എനിക്കവളെ അറിയുക പോലുമില്ല അല്ലെങ്കിൽ അറിയത്തുപോലുമില്ല എന്ന് നമ്മൾ പറയത്തില്ലേ, അതെങ്ങനെ പറയും? അറിയുക എന്ന് പറയാൻ നോ എന്നാണ്. അപ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ. എനിക്ക് അവളെ അറിയില്ല എന്നെങ്ങനെ പറയും? ഐ ഡോണ്ട് നോ ഹേർ. ഇനി എനിക്ക് അവളെ അറിയത്തു പോലുമില്ല, ഈ പോലും എന്ന് പറയേണ്ടത് അപ്പം ഐ ഡോണ്ട് ഈവൻ നോ ഹെർ എന്നാണ് പറയേണ്ടത്. ഐ ഡോണ്ട് ഈവൻ നോ ഹെർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ അറിയുക പോലുമില്ല എന്നുള്ള മീനിങ് ആണ്. ഐ ഡോണ്ട് ഈവൻ നോ ഹെർ. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ പറയും? അവൾ എന്നോട് പറഞ്ഞു പോലുമില്ല. അവൾ എന്നോട് പറഞ്ഞില്ല എന്നെങ്ങനെ പറയും? ഷീ ഡിഡൻറ്റ് ടെൽ മീ. ടെൽ എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ്. സോ അവൾ എന്നോട് പറഞ്ഞില്ല എന്ന് പറയാനാണ് ഷീ ഡിഡൻറ്റ് ടെൽ മീ. അവൾ എന്നോട് പറഞ്ഞു പോലുമില്ല എന്ന് പറയേണ്ടപ്പം ഡിഡൻറ്റ് കഴിഞ്ഞ് ഈവൻ ചേർക്കുക. ഷീ ഡിഡൻറ്റ് ഈവൻ ടെൽ മീ. ഷീ ഡിഡൻറ്റ് ഈവൻ ടെൽ മീ എന്ന് പറഞ്ഞാൽ അവൾ എന്നോട് പറഞ്ഞു പോലുമില്ല എന്നാണ് മീനിങ്. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു സെൻറ്റൻസ് അല്ലേ, ഞാൻ ദിവസവും ഇത് കഴിച്ച് മടുത്തു. ഇതെങ്ങനെയാണ് പറയുന്നത്? എനിക്ക് മടുത്തു എന്ന് പറയാൻ ഐ ആം ടയേർഡ് ഓഫ് എന്ന് പറയാം. ഐ ആം ടയേർഡ് ഓഫ്. ഇത് കഴിച്ച് എന്ന് പറയാൻ ഈറ്റിംഗ് ദിസ്. ദിവസവും എന്ന് പറയാൻ ഡെയിലി. ഐ ആം ടയേർഡ് ഓഫ് ഈറ്റിംഗ് ദിസ് ഡെയിലി. ഐ ആം ടയേർഡ് ഓഫ് ഈറ്റിംഗ് ദിസ് ഡെയിലി എന്ന് പറഞ്ഞാൽ ഞാൻ ദിവസവും ഇത് കഴിച്ച് മടുത്തു എന്നാണ് മീനിങ്. പിന്നെ നമ്മൾ പറയത്തില്ലേ, ഞങ്ങൾ പരസ്പരം കാണുന്നത് അപൂർവമാണ്. ഇതെങ്ങനെ പറയും? അപൂർവം എന്ന് പറയുന്നത് റെയർലി എന്നാണ്. പരസ്പരം കാണുക എന്നെങ്ങനെ പറയും? കാണുക എന്ന് പറയാൻ സീ, പരസ്പരം എന്ന് പറയാൻ ഈച്ച് അതർ എന്ന് പറയാം. സോ വി റെയർലി സീ ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം കാണുന്നത് വളരെ അപൂർവമാണ് അല്ലെങ്കിൽ അപൂർവമാണ് എന്നുള്ള മീനിങ് ആണ്. വി റെയർലി സീ ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ പറയും? ഞങ്ങൾ അപൂർവമായ എവിടെയെങ്കിലും പോകാറുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്നത് അപൂർവമാണ്. അതെങ്ങനെ പറയും? വി റെയർലി ഗോ എനിവർ. വി റെയർലി ഗോ എനിവർ. ഗോ എനിവർ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോവുക എന്നുള്ള മീനിങ് ആണ്. സോ ഞങ്ങൾ അപൂർവമായിട്ട് എവിടെയെങ്കിലും പോകാറുള്ളൂ എന്ന് പറയാനാണ് വി റെയർലി ഗോ എനിവർ. പിന്നെ നമ്മൾ പറയത്തില്ലേ, എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെ പറയും? ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ ഐ വിഷ് എന്ന് പറയാം. എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് പറയാൻ ഐ കുഡ്. സോ ഐ വിഷ് ഐ കുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള മീനിങ് ആണ്. ഐ വിഷ് ഐ കുഡ്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ പറയും? എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെ പറയും? ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് യു. ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് യു. ഹെൽപ്പ് യു എന്ന് പറഞ്ഞാൽ നിന്നെ സഹായിക്കുക. സോ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാനാണ് ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് യു. ഇനി അടുത്തത്, എനിക്ക് ഭാഗ്യമില്ലായിരുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഭാഗ്യമില്ലാതെ എന്ന് പറയാൻ ഔട്ട് ഓഫ് ലക്ക് എന്ന് പറയാം. സോ എനിക്ക് ഭാഗ്യമില്ലായിരുന്നു എന്ന് പറയാൻ ഐ വാസ് ഔട്ട് ഓഫ് ലക്ക്. ഐ വാസ് ഔട്ട് ഓഫ് ലക്ക്. ഇനി അടുത്തത്, ഇത് നീ ഇല്ലാതെ സംഭവിക്കുകയില്ലായിരുന്നു എന്ന് പറയണം. എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമായിരുന്നു എന്ന് പറയേണ്ടപ്പം അവിടെ വുഡ് ഹാവ് പ്ലസ് V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സംഭവിക്കുകയില്ലായിരുന്നു എന്ന് പറയണമെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ആണല്ലോ. അപ്പം വുഡിൻറ്റ് ഹാവ് പ്ലസ് V3 ഫോം. സംഭവിക്കുക എന്നെങ്ങനെയാണ് പറയുന്നത്? ഹാപ്പൻ. അപ്പോൾ അതിൻ്റെ V3 ഫോം എന്താണ്? ഹാപ്പൻഡ്. അപ്പോൾ എങ്ങനെ വരും? ദിസ് വുഡിൻറ്റ് ഹാവ് ഹാപ്പൻഡ് വിത്തൗട്ട് യു. വിത്തൗട്ട് യു എന്ന് പറഞ്ഞാൽ നീ ഇല്ലാതെ അല്ലെങ്കിൽ നിന്നെ കൂടാതെ എന്നുള്ള മീനിങ് ആണ്. ദിസ് വുഡിൻറ്റ് ഹാവ് ഹാപ്പൻഡ് വിത്തൗട്ട് യു. ഇനി അടുത്തത്, നിനക്ക് എങ്ങനെ
ഒരേ കാര്യത്തെപ്പറ്റി വീണ്ടും വീണ്ടും പറയാനാകും എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? How can you talk about the same thing again and again? How can you talk about the same thing again and again? Again and again എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും എന്നുള്ള മീനിങ് ആണ്. About the same thing എന്ന് പറഞ്ഞാൽ ഒരേ കാര്യത്തെക്കുറിച്ച്. സോ how can you talk about the same thing again and again എന്ന് പറഞ്ഞാൽ നിനക്ക് എങ്ങനെ വീണ്ടും വീണ്ടും ഒരേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ആകും അല്ലെങ്കിൽ കഴിയും എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഇനി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് ഇത് നിങ്ങൾക്ക് വ്യക്തമായോ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വ്യക്തമാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇസ് ഇറ്റ് ക്ലിയർ ടു യു? ഇസ് ഇറ്റ് ക്ലിയർ ടു യു? ക്ലിയർ എന്ന് പറഞ്ഞാൽ വ്യക്തമാവുക എന്നുള്ള മീനിങ് ആണ്. സോ ഇസ് ദിസ് ക്ലിയർ ടു യു അല്ലെങ്കിൽ ഈസ് ഇറ്റ് ക്ലിയർ ടു യു എന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് വ്യക്തമായോ എന്നുള്ള മീനിങ് ആണ്. പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പം ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കാവുന്നതല്ല എന്ന് നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ഒറ്റ രാത്രി കൊണ്ട് എന്ന് പറയാൻ ഓവർനൈറ്റ് എന്ന് പറയാം. സംഭവിക്കുക എന്ന് പറയാൻ ഹാപ്പൻ. സോ ദിസ് കാൺട്ട് ഹാപ്പൻ ഓവർനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കാവുന്നതല്ല എന്നുള്ള അർത്ഥമാണ്. ദിസ് കാൺട്ട് ഹാപ്പൻ ഓവർനൈറ്റ്. പിന്നെ നമ്മൾ പറയത്തില്ലേ നിനക്ക് തോന്നുമ്പോൾ നീ വരിക. അതായത് നിനക്ക് എപ്പോൾ തോന്നുന്നു അപ്പോൾ നീ വരിക. അതെങ്ങനെ പറയും? കം വെനെവർ യു ഫീൽ ലൈക്ക്. കം വെനെവർ യു ഫീൽ ലൈക്ക്. കം എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്. വെനെവർ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും എന്നാണ്. ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞാൽ തോന്നുമ്പോൾ. സോ നിനക്ക് തോന്നുമ്പോൾ നീ വരിക എന്ന് പറയാനാണ് കം വെനെവർ യു ഫീൽ ലൈക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അവൻ അന്ന് തന്നെ അവളോട് മാപ്പ് പറഞ്ഞു എന്ന് പറയണം. മാപ്പ് പറയുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പോളജൈസ് ചെയ്യുക. അപ്പോൾ ഹി അപ്പോളജൈസ്ഡ് ടു ഹേർ ദ വെരി ഡേ. ദ വെരി ഡേ എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ എന്നുള്ള മീനിങ് ആണ്. സോ ഹി അപ്പോളജൈസ്ഡ് ടു ഹേർ ദ വെരി ഡേ എന്ന് പറഞ്ഞാൽ അവൻ അന്ന് തന്നെ അവളോട് മാപ്പ് പറഞ്ഞു എന്നാണ്. ഹി അപ്പോളജൈസ്ഡ് ടു ഹേർ ദ വെരി ഡേ. ഇനി അടുത്തത് എൻ്റെ കാലുകൾ പേടിച്ചിട്ട് വിറയ്ക്കുകയായിരുന്നു എന്ന് നമ്മൾ പറയത്തില്ലേ? ഭയന്ന് വിറയ്ക്കുക എന്ന് പറയുന്നത് ട്രെമ്പിൾ വിത്ത് ഫിയർ എന്നാണ്. അപ്പോൾ എൻ്റെ കാലുകൾ പേടിച്ചിട്ട് വിറയ്ക്കുകയായിരുന്നു എന്നെങ്ങനെ പറയും? മൈ ലെഗ്സ് വേർ ട്രെംബ്ലിംഗ് വിത്ത് ഫിയർ. മൈ ലെഗ്സ് വേർ ട്രെംബ്ലിംഗ് വിത്ത് ഫിയർ എന്ന് പറഞ്ഞാൽ എൻ്റെ കാലുകൾ പേടിച്ചിട്ട് വിറയ്ക്കുകയായിരുന്നു എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത് അവൾ എപ്പോഴെങ്കിലും വളച്ചുകെട്ടലില്ലാതെ അതായത് കൃത്യമായിട്ട് സത്യസന്ധമായ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. നമുക്കറിയാം ഇവിടെ നൽകിയിട്ടുണ്ടോ എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. നൽകുക എന്നുള്ളത് ഗീവ് ആണ്. സോ V3 ഫോം ഗിവൺ എന്ന് വരും. ഇനി വളച്ചുകെട്ടലൊന്നും ഇല്ലാതെ നേരായ സത്യസന്ധമായ ഉത്തരം എന്ന് പറയാൻ സ്ട്രെയിറ്റ് ആൻസർ എന്നാണ് പറയുന്നത്. സോ ഹാസ് ഷീ എവർ ഗിവൺ സ്ട്രെയിറ്റ് ആൻസേഴ്സ് എന്ന് ചോദിച്ചാൽ അവൾ എപ്പോഴെങ്കിലും സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നുള്ള മീനിങ് ആണ്. എവർ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും എന്നുള്ള അർത്ഥമാണ്. ഹാസ് ഷീ എവർ ഗിവൺ സ്ട്രെയിറ്റ് ആൻസേഴ്സ്. പിന്നെ അടുത്തത് നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയണം. ഇത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, there is no point in talking to you. there is no point in talking to you. there is no point എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല എന്നുള്ള മീനിങ് ആണ്. in talking to you എന്ന് പറഞ്ഞാൽ നിന്നോട് സംസാരിച്ചിട്ട്. so there is no point in talking to you എന്ന് പറഞ്ഞാൽ നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നാണ്. ഇത് തന്നെ വേറൊരു രീതിയിൽ കൂടെ പറയാം. it's no use talking to you. it's no use talking to you എന്ന് പറഞ്ഞാലും നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇറ്റ്സ് നോ യൂസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല എന്നുള്ള മീനിങ് ആണ്. ഇറ്റ്സ് നോ യൂസ് ടോക്കിംഗ് ടു യു. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.